നമ്മൾ ഇന്ന് ഗോവയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പോവാണ്. ഇറ്റ്സ് ആൻ അവയർനെസ്. സോറി, തിന്നുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഗോവയുടെ നൈറ്റ് ലൈഫ് കാണാൻ വേണ്ടി പോവാണ് അല്ലേ? അതെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് വവാലിൻ്റെ ഡ്രസ്സൊക്കെ ഇടാം. ഇപ്പോൾ കറക്റ്റ് കോമാളിയിലോട്ടുണ്ട്. സാരല്ല, ഞങ്ങളെ കൂടെ നടക്കുമ്പോൾ ബാലൻസ് ആയിക്കോളും. അതെ അതെ. എങ്ങനെയുണ്ട്? ഗോവയിൽ വരുമ്പോൾ പിന്നെ അതിൻ്റെ അവിടുത്തെ നൈറ്റ് ലൈഫ് എന്തെങ്കിലും നമ്മൾ ആസ്വദിച്ചില്ലെങ്കിൽ അത് വെറുതെ ആയി പോവില്ലേ? അപ്പം നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങളിതാ കാലങ്കട്ട് ബീച്ചിലെത്തി. ഇവിടെയും നല്ല അടിപൊളി നൈറ്റ് ലൈഫാണ് കേട്ടല്ല ഞങ്ങൾ കണ്ട് അല്ലേ. അപ്പോൾ ഞങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് ബീച്ചിൽ ഇവിടെ പാർക്കിംഗ് കിട്ടും. ഇവിടെ ഒരു ബാർഗനിങ്ങും നടക്കൂല. എത്രയാണ് 1 മണിക്കൂറായാലും 5 മണിക്കൂറായാലും ഒക്കെ 100 റുപ്യ ഓല് വാങ്ങുള്ളൂ പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളെ വണ്ടി സേഫ്, നമ്മളെ വണ്ടിയല്ല വാടകയ്ക്കെടുത്ത വണ്ടി ആയതുകൊണ്ട് സേഫായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ നമ്മൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നടന്നു പോവാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു. ഇതിലങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുമ്പം എന്താ പറയുക, പഴയ കുറേ ഓർമ്മകൾ അയവർക്കും. ഇവിടെ കൊറോണയുടെ മുന്നേ എല്ലാ മാസം വരത്തില്ലേനോ ഇവിടെ. പിന്നെ മെയിനായിട്ടൊരു കാര്യം പറയാതെ, ഇവിടെ ടാറ്റു അടിക്കാന്നൊക്കെ പറഞ്ഞ് പലരും നമ്മളോട് പറയും. പക്ഷെ അടിക്കരുത്. കാരണം വെച്ചാൽ അവരൊക്കെ എങ്ങനത്തെ സൂചിയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരാൾക്ക് യൂസ് ചെയ്ത സൂചി തന്നെയായിരിക്കും ഇപ്പൊ മറ്റേ ആൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഓൾക്ക് വല്ല അസുഖം ഉണ്ടെങ്കിൽ അത് നമ്മളേക്ക് പകരും. അതുകൊണ്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ്സ് ആൻ അവയർനെസ്. ഞങ്ങളങ്ങനെ ബീച്ചിന്റെ സൈഡിലേക്കാണ് കേട്ടോ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോറി, തിന്നുന്ന തിരക്കിൽ വീഡിയോ എടുക്കാൻ മറന്നു. തിന്നുന്ന തിരക്കിൽ വീഡിയോന്റെ കാര്യം മറന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ വെജ് മമ 4 പീസ്, മുപ്പര് ചിക്കൻ മമ 5 പീസ്. ഇവിടെ എത്രയാ? 2 കൂടെ 8 പീസിന്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ സോഡ വാങ്ങിയ 50 റുപ്യ. പക്ഷേ മൂപ്പര് നല്ല ഗ്ലാസ്സിലൊക്കെ ഇട്ട് തന്നതിനെ കൊണ്ട് വലിയ കുഴപ്പമില്ല. മറ്റേ പേപ്പർ കപ്പിലല്ലേ ഇട്ട് തരിക. നമ്മുടെ നാട്ടിൽ 15 രൂപ അല്ലേ? നമ്മുടെ നാട്ടിൽ 15 രൂപ. പക്ഷെ ഓരോ ടൂറിസ്റ്റ് പ്ലേസിലെത്തുന്ന സമയത്തും അതിനനുസരിച്ചുള്ള എന്താ പറയാ ഇത് വരും, പൈസ കൊടുക്കും. ഒച്ചല്ലാണ്ടുള്ളൂ അല്ലേ. ബാക്കി അപ്പുറവും ഇപ്പുറവും ഒക്കെ ഒച്ചപ്പാടും ബഹളും ഒക്കെയാണ്. ഞങ്ങൾ കാലങ്കട്ട് ബീച്ചിൽ കുറച്ചു നേരം സമയം ചെലവഴിച്ച ശേഷം അവിടുന്ന് നേരെ പോയത് പനാജി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. ഈ ഒരു സ്ഥലത്തെ പഞ്ചിം എന്നും പറയും. ഇവിടെയാണ് വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചൂതാട്ട കേന്ദ്രങ്ങൾ ഉള്ളത്, അതായത് കാസിനോ. അത് തന്നെ, ഇതുപോലുള്ള കാസിനോസ് കരയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നൂലാമാലകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൽ ഈ ഒരു കാസിനോ സജ്ജീകരിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ നാളത്തെ ആഗ്രഹം ഇന്ന് സാക്ഷാത്കരിക്കാൻ പോവാണ്. നമ്മൾ ഗോവയിൽ വരുന്ന സമയത്തൊക്കെ ഇതുപോലെ എന്താ പറയുക ക്രൂസിൽ കയറണം എന്നും മറ്റേ ഇങ്ങനെ കാസിനോയിൽ കയറണം എന്നൊക്കെ പറയല്ലേനോ. പക്ഷെ നമുക്ക് ഇതുവരെ കയറാൻ പറ്റിയില്ലല്ലോ. അപ്പൊ നമ്മൾ കയറാൻ പോവല്ലേ. അതിനുള്ള വേൻ്റൊക്കെ കിട്ടി. അപ്പൊ ഞങ്ങള് അതിൽ കയറാം. കാസിനോ അവിടെ അവര് കളിക്കുന്ന അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റൂല. ഒരുപാട് സ്ഥലങ്ങളൊന്നും നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിലാണ് കേട്ടോ പോകുന്നത്, കാസിനോ മജസ്റ്റിക് പ്രൈഡ്. അപ്പോൾ ഇതാണ് മജസ്റ്റിക് പ്രൈഡ് എന്ന് പറയുന്ന ആ ഒരു കാസിനോന്റെ ബിൽഡിംഗ് എൻട്രൻസ്. ഈ ഒരു ബിൽഡിങ്ങിനകത്ത് കടന്ന ശേഷം അവിടുന്ന് നമ്മളൊരു ബോട്ടിലാണ് ഈ ഒരു വലിയ കാസിനോന്റെ അടുത്തേക്ക് പോകുന്നത്. ആദ്യമായിട്ട് കാസിനോയിൽ പോവാ.
ദാ ആ കാണുന്ന കാസിനോയിൽ മജസ്റ്റിക് പ്രൈഡിൽ കയറി ഇറങ്ങി. ഇപ്പം സമയം എത്രയായി? 1:30. എത്ര പ്രാവശ്യം ഫുഡ് കഴിച്ചു അവിടെ? ഞാൻ ഒരു തവണ കുറച്ച് റൈസും മറ്റേ സാലഡ്സും എടുത്ത്. പക്ഷെ എനിക്ക് അതിനകത്ത് ഓലെന്തോ ഒരു ക്രീമി ടൈപ്പ് ഒരു മീറ്റ് ബോളിൻ്റെ ഒരു ഇതിന് ഞാൻ എടുത്തീന്. പക്ഷെ എനിക്ക് ഇഷ്ടമായില്ല. അപ്പം ഞാൻ എന്ത് ചെയ്ത് കുറച്ചേ കഴിച്ചോളൂ. കുറച്ച് മീൻസ് 2 വായ എടുത്ത് വെച്ച് പിന്നെ അത് അവിടെ വെച്ച്. പക്ഷെ കള്ള് കുടിക്കുന്ന ആളുകൾക്കാണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് കാര്യമുള്ളത് അല്ലേ? അവർക്ക് എത്ര ഇഷ്ടം പോലെ കുടിക്കാം. അൺലിമിറ്റഡ് ആയിട്ട് മദ്യം കഴിക്കാം, ഫുഡ് കഴിക്കാം. ഫുഡ് കഴിക്കാം. ഫുഡിന് അത്ര വലിയൊരു എന്താ പറയാ, ക്വാണ്ടിറ്റി നമുക്ക് വലിയൊരു ക്വാളിറ്റി പറയാൻ പറ്റൂല. വലിയ എന്താ പറയാ, ഒരു ആവറേജ് ഫുഡ്. മട്ടൺ സ്റ്റൂ ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ മട്ടൺ സ്റ്റൂ കഴിച്ചില്ല? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഓവറായിട്ട് സംഭവമല്ല. എന്താ പറയാ, ഫുഡ് ഒരുപാട് ഫുഡ് അങ്ങനെ മറ്റേ ഇതൊക്കെ ഉണ്ട്, സ്വീറ്റ്സ് കാര്യങ്ങൾ, മറ്റേ നമ്മളെ കേക്ക്, പിന്നെ എന്താ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാലഡ്സ് ഉണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് പുലാവ്, മറ്റേ റൈസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിച്ചത്. അപ്പം അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എന്താ പറയുക, ഫുഡ് അത്ര പോരാ. പിന്നെ എന്താ പറയുക, അവിടെ കുറേ ആൾക്കാർ പൈസക്കാരവിടെ ചൂതാടി എന്താ പറയുക, നേടുന്നു പോകുന്നു അങ്ങനെ. കാരണം അറിയാതെ പോലും നമുക്കിപ്പം 2 പേർക്കും ഒരു 500 റുപ്പീസിൻ്റെ വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ? പക്ഷേ നമ്മൾ 2 പേരും അത് കീറിക്കളിയാണ് ചെയ്തത്. കാരണം നമ്മൾ തമാശക്ക് പോലും ചൂതാട്ടം കളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. പിന്നെ ഫുഡ് കഴിച്ച് അൺലിമിറ്റഡ് ഫുഡായിരുന്നു. പിന്നെ അവിടെ മറ്റേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ടു. പിന്നെ എന്താ അതിനല്ലേ ഉള്ളൂ മെയിനായിട്ടുള്ള. വേറെ പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് 24 hour ആണ് ശരിക്കും. 24 hour ആണ്. പക്ഷെ ഫുഡ് പെട്ടെന്ന് 1:30 റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കഴിക്കേണ്ടവർ വേഗം വന്ന് കഴിച്ചോളി എന്നൊക്കെ അവർ പറയണ്ടായിരുന്നു. നമ്മള് പിന്നെ അത് കഴിഞ്ഞ് പെയ്ഡ് റെസ്റ്റോറന്റ് പിന്നെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇനിയും ആൾക്കാർ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോകണോ അല്ലെ വീട്ടിൽ പോകണോ? ഇനിയിപ്പോൾ അങ്ങനെ ഇവിടുത്തെ സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം എത്രയായി? 2:30. 2:30 ഒക്കെ ആയി. ഉറക്ക് വരുന്നുണ്ട്. എന്നാലും നമ്മൾ ഗോവയിൽ വന്നിട്ട് നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യണം എന്നാണ്. പക്ഷേ നമ്മൾ നൈറ്റ് ലൈഫിന് വേണ്ടി സെപ്പറേറ്റ് ഒരു വീഡിയോ ബ്ലോഗ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത സ്ഥലത്തേക്കും കൂടി പോയി നോക്കാം. ബാഗ ബീച്ചൊക്കെ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള സ്ഥലമല്ലേ? അപ്പൊ നമുക്ക് ആടെയൊക്കെ ഒന്ന് പോയി നോക്കാം. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് ബാഗ ബീച്ചിനടുത്തുള്ള ആ ഒരു നൈറ്റ് ലൈഫ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ അവിടെ എത്തുമ്പം തന്നെ പുലർച്ചെ 3 മണി 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സമയം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പബ്ബുകളും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. എങ്കിലും എന്തായാലും വന്നതല്ലേ എന്ന് കരുതി ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഞങ്ങളൊന്ന് അപ്പോൾ ഗോവയുടെ നൈറ്റ് ലൈഫ് കാണിച്ചുകൊണ്ടുള്ള ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.